നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീഷാർട്ട് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ആദ്യത്തേത് എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ PSC പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം ജില്ലയാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചുകൂടാ. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഇടുക്കി ജില്ലയാണ് കേട്ടോ, ഇടുക്കി ജില്ല. ദെൻ കേരളത്തിലെ സമ്പൂർണ്ണ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. ദെൻ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം ജില്ലയാണ്. ദെൻ കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കുമ്പളങ്ങിയാണ് കേട്ടോ, കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിച്ചത് ഐരാപുരമാണ്, എറണാകുളത്തെ ഐരാപുരം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിച്ചത് ഐരാപുരം, എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം കൊച്ചി. സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് വിമുക്ത ഗ്രാമം തിരുത്തിക്കര. എറണാകുളത്തെ തിരുത്തിക്കരയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് വിമുക്ത ഗ്രാമം. ദെൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെൻ്റ് രഹിത പഞ്ചായത്ത് പീലിക്കോടാണ്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് എന്ന സ്ഥലമാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമം തയ്യൂറാണ്, തയ്യൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത പഞ്ചായത്ത് ചെറിയനാട്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട. ദെൻ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചു വെച്ചോളാം. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി. സമ്പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജായി പ്രഖ്യാപിക്കപ്പെട്ടത് കൽപ്പാത്തി അഗ്രഹാരം. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മങ്കരയാണ്. പാലക്കാട് ജില്ലയിലെ മങ്കര ഗ്രാമപഞ്ചായത്താണ് സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. ദെൻ അക്ഷയ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല മലപ്പുറം. പ്രീവിയസ് ഇയർ ചോദ്യം, വളരെ പ്രധാനപ്പെട്ടത്. അക്ഷയ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്താണ്. മലപ്പുറത്തെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായി അക്ഷയ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂരാണ്, കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യത്തെ അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ. അപ്പോൾ അവയവദാന ഗ്രാമവും അതുപോലെ തന്നെ നേത്രദാന ഗ്രാമവും ഒക്കെ ചെറുകുളത്തൂരാണ്. പ്രത്യേകം പഠിച്ചു വയ്ക്കുക, കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ലയാണ്. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് അമ്പലവയലാണ്. വയനാട്ടിലെ അമ്പലവയലാണ് 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ ആദ്യത്തെ പഞ്ചായത്ത് എടവക. ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല ഏത്? കണ്ണൂർ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ ജില്ലയാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈ. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈ. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെ? പാലോടാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെ? പാലോടാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മൾ കേട്ട് പരിചയമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പരീക്ഷയ്ക്ക് റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായി നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ, സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടൊരു ക്ലാസ്സാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.